സിനിമാ മേഖലയിൽ സർക്കാരുമായി നിസ്സഹകരണത്തിനൊരുങ്ങുകയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. സർക്കാർ തിയേറ്ററുകൾക്ക് ഇനി സിനിമയില്ല. KSFDC തിയേറ്ററുകൾ ബഹിഷ്കരിക്കും. ജനുവരി മുതൽ സർക്കാരുമായി ഒരു സഹകരണവും ഉണ്ടാവില്ല എന്നും കേരള ഫിലിം ചേംബർ അറിയിക്കുന്നു. ഭീമമായ നഷ്ടമാണ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് സുഗമമായി ഇൻഡസ്ട്രിയിൽ നിന്ന് സെസ്സും എന്റർടൈൻമെന്റ് ടാക്സ് ഇനത്തിലും സർക്കാരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ഒരു രീതിയിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സർക്കാരുമായി ഒരു രീതിയിലുള്ള സഹകരണവുമായിട്ട് മുമ്പോട്ട് പോകണ്ട, ജനുവരി മാസം മുതൽ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ജനുവരി മുതൽ കൃത്യമായ ജനുവരിയിലെ ഡേറ്റ് ഞങ്ങൾ അടുത്തൊരു കമ്മിറ്റിയിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ധാരണ എത്തിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായും നിസ്സഹകരണത്തിന് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പില്ലേ? അതായത് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആവശ്യങ്ങളാണ്. പക്ഷേ പലകറി ഇത് അനുവദിക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു തരത്തിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ഇപ്പോൾ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനാ സമരം എന്ന രീതിയിലാണ്. ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുമെന്നും കേരള ഫിലിം ചേംബർ പറയുന്നു. ഇപ്പോൾ KSFDCയുടെ തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല, അത് ജനുവരി മാസം മുതൽ സിനിമ നൽകില്ല എന്ന തീരുമാനമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവർ ആവശ്യപ്പെടുന്നത് വിനോദ നികുതി, അതായത് വിനോദ നികുതി എടുത്തു കളയണമെന്ന ഒരു ആവശ്യം അത് കാലങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നതാണ്. സർക്കാരിന് GST ഇനത്തിൽ തന്നെ വലിയ പൈസ കിട്ടുന്നുണ്ട്. 9% സംസ്ഥാന സർക്കാരിലേക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഈ വിനോദ നികുതി കൂടി വരുമ്പോൾ തങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. അതുപോലെ തന്നെ ഈ വൈദ്യുതി ചാർജ് താരിഫ് അടക്കം ഞങ്ങൾക്ക് പ്രത്യേക താരിഫ് നൽകണമെന്നൊരാവശ്യം പോലും അത് പരിഗണിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു തരത്തിലും ഒരു അനുഭാവപൂർവമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KSFDC തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് സമരത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് ഇപ്പോൾ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സമര പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് അടക്കം കടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് കൂടി കേരള ഫിലിം ചേംബർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ സർക്കാർ ഉടൻ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നൊരാവശ്യം കൂടിയാണ് കേരള ഫിലിം ചേംബർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ശ്യാം.